തിരിച്ചടവിന് കെൽപ്പുള്ള വ്യക്തികൾക്ക് മാത്രമേ കടം കൊടുക്കാൻ പറ്റുള്ളൂ. അവർ മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. പലരും വിവേകമില്ലാത്തതുകൊണ്ട് ചോദിച്ചേക്കാം, അതൊക്കെ മനുഷ്യന്റെ ആഭ്യന്തര കാര്യങ്ങളല്ലേ, അതിൽ ഇത്ര ഇടപെടാൻ എന്താ മുജ്തഹിദ് മുത്തലഖിന്? മനുഷ്യൻ കടം വാങ്ങുക കൊടുക്കുക, അതൊക്കെ അവന്റെ ആഭ്യന്തര പ്രശ്നങ്ങളല്ലേ. ഇമാമിന് നിസ്കാരവും നോമ്പും നജസും ഇസ്തിഹാദത്തും പറഞ്ഞാൽ പോരെ സുഹൃത്തെ, നീ കടൽ കൊള്ളക്കാരനാവരുത് എന്ന് ഇമാം ഷാഫിക്ക് നിർബന്ധമുണ്ട്. നാളത്തെ സുപ്രഭാതത്തിൽ നീ റോഡുകളിൽ നാഷണൽ ഹൈവേകളിലൂടെ പോകുന്ന ആ വലിയ വണ്ടികൾ, ലോറികൾ കൊള്ള ചെയ്യുന്ന ആളായി മാറരുത് എന്ന് ഇമാം ഷാഫിക്ക് നിർബന്ധമുണ്ട്. ലോകത്ത് സമാധാനം നിലനിൽക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, തിരിച്ചടവിന് കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ സമയത്ത് തന്നെ തിരിച്ചടക്കുകയും ചെയ്യുക. നിങ്ങൾക്കറിയാം, 60,000 കോടി രൂപ, ഇന്ത്യൻ രൂപ കർഷകരുടെ പേരും പറഞ്ഞുകൊണ്ട് എഴുതിത്തള്ളുമെന്ന് ചിദംബരം പ്രഖ്യാപിക്കുകയുണ്ടായി. നാട് എങ്ങനെയാണ് മുടിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. കർഷകരായ ആളുകൾക്ക് കൃഷി ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ നെൽപ്പാടങ്ങളിലേക്ക്, പഞ്ചാബിലെ നെൽപ്പാടങ്ങളിലേക്ക്, മറ്റുള്ള എല്ലാ പരുത്തി കൃഷിയും മറ്റും ചെയ്യുന്ന കർഷകരിലേക്ക് ഗവൺമെന്റ് ഇതാ വിശാലമായി അവർക്ക് ഉദാരമായ രൂപത്തിൽ ലോൺ കൊടുത്തു. തിരിച്ചടവിനുള്ള വഴികളുണ്ടോ എന്ന് നോക്കിയതേയില്ല. കർഷകർ ലോൺ എടുത്തു. ലോൺ എടുത്ത സന്ദർഭത്തിൽ ഈ കൊടുത്ത ബാങ്കുകാർക്ക് കർഷകരിൽ നിന്ന് പലിശ കിട്ടാതെ ആ 60,000 കോടി അവിടെ നിക്ഷേപിച്ചിട്ടുള്ള രാജാക്കന്മാരുണ്ടല്ലോ, അവർക്ക് പലിശ കൊടുക്കണ്ടേ? നിക്ഷേപിച്ചവർക്ക് പലിശ കൊടുക്കൽ ബാങ്കിന് നിർബന്ധമാണ്. തൽസമയത്ത് കർഷകരോട് പറഞ്ഞു, അല്ലയോ കർഷകരെ, തരൂ, നിങ്ങൾ പലിശ തരൂ. ഞങ്ങൾക്കിവിടെ 8% കൊടുക്കണമെങ്കിൽ നിങ്ങൾ 12% ഞങ്ങൾക്ക് തരണം. കർഷകരെന്താ ചെയ്തത്? ലോൺ എടുത്തിട്ട് അതുമായിട്ട് കൃഷിപ്പാടത്തേക്ക് പോയോ? ട്രാക്ടർ വാങ്ങിയോ? വാങ്ങിയില്ല. പരുത്തിക്കുരു വാങ്ങിയോ? വാങ്ങിയില്ല. അവരെന്ത് ചെയ്തു? അവര് മകളെ കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ വടക്കേ ഇന്ത്യയിലുള്ള ഓരോ കർഷകരും നേരത്തെ ഒരു ചെമ്പിന്റെ കുടം, അതുപോലെ തന്നെ ഒരു റിങ്, വെള്ളിയുടെ റിങ്, അതുകൊണ്ട് അവസാനിപ്പിച്ചിരുന്ന ആ കർഷകൻ ഈ ലോൺ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ആ കാശ് കൊണ്ടുപോയിട്ട് സ്ത്രീധനം എന്ന പേരും പറഞ്ഞ് കാറാണ് കൊടുത്തത്. എങ്ങനെയാണ് ഗൗവീനം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കോണകം കൊടുക്കേണ്ടത് എന്നറിയാത്ത ആള് സ്ത്രീധനം കൊടുത്തു. എന്ത്? ടാറ്റാ സുമോ. ഇതാണ് പഞ്ചാബിൽ നടന്നത്, ഇതാണ് ആന്ധ്രയിൽ നടന്നത്. അങ്ങനത്തെ കർഷകനോടാണ് കൊല്ലം പൂർത്തിയായ സന്ദർഭത്തിൽ പലിശയോടുകൂടെ തിരിച്ചടക്കാൻ പറയുന്നത്. അയാൾക്കുണ്ടോ കൊടുക്കാൻ കഴിയുന്നത്? അയാൾ കൊടുക്കുന്നില്ല. അപ്പോഴാണ് കൂട്ടത്തോടെ ആത്മഹത്യ തുടങ്ങിയത്. ആത്മഹത്യ പെരുകിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ചിദംബരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മൻമോഹൻ സിംഗിന്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്തു? എഴുതിത്തള്ളുന്നു. 60,000 കോടി എഴുതിത്തള്ളുന്നു. എന്റെ സുഹൃത്തുക്കളെ, എവിടെ നിന്നാണ് ഈ 60,000 കോടി എഴുതിത്തള്ളാൻ ചിദംബരത്തിന് അധികാരം? പറയൂ നിങ്ങൾ. അവർ അതിന്റെ മൂലധനം കണ്ടെത്തുന്നത് റിസർവ് ബാങ്കിൽ നിന്നാണ്. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള 109 കോടി ജനങ്ങളുടെ പൊതു സ്വത്താണ്, ബൈത്തുൽ മാലാണ്. എന്റെയും നിങ്ങളുടെയൊക്കെയും വിയർപ്പാണത്. നമ്മുടെ മൊത്തം സ്വത്താണ്. ആ മൊത്തം സ്വത്ത് ഇങ്ങനെ മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ ടാറ്റോ സുമക്ക് വേണ്ടി ചെലവാക്കിയ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടികൊണ്ട് അയാൾ വാങ്ങിച്ച കടം വീട്ടുന്നതിന് വേണ്ടി അവർക്ക് ലോൺ കൊടുത്ത ആ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു 60,000 കോടി. എവിടുന്ന് പിൻവലിച്ചിട്ട്? റിസർവ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കർഷകരെടുത്തിട്ട ലോണ് 109 കോടി ജനങ്ങളുടെയും തലക്കും പുറത്ത് ഒന്നായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഗവൺമെന്റിന് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചെയ്ത കുറ്റകൃത്യത്തിന് നിങ്ങളെ ശിക്ഷിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിന് എന്നെ ബലിയാടാക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇസ്ലാമിലൊരു നിയമമുണ്ട്. ഒരു വ്യക്തി മുഴസിറായാൽ, ഞെരുക്കക്കാരനായാൽ, ആ ഞെരുക്കക്കാരനായ വ്യക്തിക്ക് കടം തിരിച്ചടക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ, അയാൾ ലോൺ എടുത്ത സന്ദർഭത്തിൽ ഹലാലായ രൂപത്തിൽ എടുത്തതായിരുന്നു, പക്ഷേ സംഗതി വശാൽ ഞെരുക്കക്കാരനായാൽ അയാൾക്ക് ഞെരുക്കം തീരുന്നത് വരെയും കാലതാമസം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്.
അതിനേക്കാളും പുണ്യമുള്ളൊരു വിഷയമുണ്ട്. അത് ഇബ്റാ എന്നതാണ്, ഒഴിവാക്കി കൊടുക്കലാണ്, എഴുതിത്തള്ളലാണ്. നോക്കുക, മിക്ക മസലകളിലും 99% മസലകളിലും സുന്നത്ത് ഫർള് ഇത് തമ്മിൽ തുലനം ചെയ്താൽ ഫർളിനാണ് കൂലി കൂടുതൽ ഉണ്ടാവുക, സുന്നത്തിന് കൂലി കുറവായിരിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? എന്നാൽ ഫിഖ്ഹിൽ തന്നെ ഇങ്ങനെ ഒരു സൈസ് ഉണ്ട്. എന്താണ്? സുന്നത്തിന് കൂലി കൂടുതൽ, ഫർളിന് കുറവ്. അങ്ങനെയോ? അങ്ങനെയുമുണ്ട്. അത് ഇതാണ്, ഞാൻ ഒരാൾക്ക് ഒരു 10,000 രൂപ കടം കൊടുത്തു. അത് തിരിച്ചടക്കേണ്ട സന്ദർഭത്തിൽ അവധിയെത്തിയപ്പോൾ അയാൾക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഞെരുക്കമുണ്ട്, സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. ആസ്തികളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അയാൾ പെട്ടുപോയതാണ്, കുടുങ്ങിയതാണ്. എങ്കിൽ വസ്തുത ഞാൻ അറിഞ്ഞാൽ അള്ളാഹു എന്നോട് സംസാരിക്കും, ഫനളിറത്തുൻ ഇലാ മൈസറ. കടം കൊടുത്തവനെ, അയാൾക്ക് സത്യസന്ധമായി ആശ്വാസം വരുന്നവരെയും നീ കാത്തു നിൽക്കൽ വാജിബാണ്, ഫർളാണ്, നിർബന്ധമാണ്. റോഡിൽ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ എനിക്ക് ഞെളിഞ്ഞു നിൽക്കാൻ പാടില്ല, കണ്ണു തുറിച്ച് നോക്കാൻ പാടില്ല. ആ ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് കണ്ണു തുറിച്ചു നോക്കിയാൽ ഹറാമ് ചെയ്തതിന്റെ പേരിൽ എന്റെ ഇടത്തെ ചുമലിൽ മലക്കപ്പ് എഴുതും. കടം കൊടുത്തവരെ മനസ്സിലാക്കിക്കോളൂ. ഇത് കേട്ടിട്ട് ഇനി നാളെ മുതൽക്കാരൻ കടം കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ട കേട്ടോ. പറഞ്ഞത് അബദ്ധമായി പോകരുത്, മസലകൾ അറിഞ്ഞിരിക്കുക. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കേണ്ടതിന്റെയും അവരുമായുള്ള മുബാശറത്ത്, സംസർഗം, അതിന്റെ ബാലപാഠങ്ങളാണിത്. ആ ആളോട് പരുഷമായ ഒരു നോട്ടം പോലും നോക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ജുമഅക്ക് വരാനോ മത്സ്യം വാങ്ങാനോ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു സൂര്യക്കേടും വരുത്താൻ പാടില്ല. കാരണം അള്ളാഹുവാണ് പാസാക്കിയത്. ളുഹർ പാസാക്കിയ അള്ളാഹു, അസ്ർ പാസാക്കിയ അള്ളാഹു, റമളാൻ പാസാക്കിയ അള്ളാഹു പാസാക്കിയതാണ്. ഫനളിറത്തുൻ ഇലാ മൈസറ. അദ്ദേഹത്തിന് ആശ്വാസം വരുന്നവരെയും നീ വെയിറ്റ് ചെയ്തുകൊള്ളണം, ചോദിക്കാൻ പാടുള്ളതല്ല. ഇതെനിക്ക് നിർബന്ധമാണ്. ഇനി അള്ളാഹു എനിക്ക് സുന്നത്താക്കിയ ഒരു വിഷയമുണ്ട്, അതിന്റെ പേര് ഇബ്റാ എന്ന്. എന്താ ഇബ്റാ എന്ന് പറഞ്ഞാൽ? അയാളെ കണ്ടിട്ട് നീ ആ ക്യാഷ് തരണ്ട, ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കുക. അത് അല്ലെങ്കിൽ ഭാഗികമായി എഴുതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുക. ഈ ഇബ്റാ എന്ന് പറയുന്നത് സുന്നത്തേ ഉള്ളൂ. സത്യത്തിൽ ഈ സുന്നത്തിനാണ് പ്രതിഫലം കൂടുതൽ. അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. 10,000 രൂപ തരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലുതാവുന്നതാണ് മാനസികമായുള്ള സന്തോഷം കൊണ്ട്. ആ അവസ്ഥയിൽ അദ്ദേഹത്തെ എത്തിക്കേൽക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. സുന്നത്തിനാണ് കൂലി കൂടുതൽ, ഫർളിനില്ല. പക്ഷേ എന്റെ സുഹൃത്തുക്കളെ, എഴുതിത്തള്ളുന്നയാൾ ആ എഴുതിത്തള്ളലിന്റെ മാലിക്കായിരിക്കണം, ചിദംബരം മാലിക്കല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ചിദംബരത്തിന്റെ കയ്യിലുള്ളത് റിസർവ് ബാങ്കിന്റെ പണമാണ്. മൻമോഹൻ സിംഗിന്റെ കയ്യിലുള്ളത് ഈ 109 കോടി ജനങ്ങളുടെ പണമാണ്. ആ പണം 60,000 കോടി ഒന്നിച്ച്